അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും സലാം. ചുരുക്കം പറഞ്ഞാൽ പൂട്ടിക്കെട്ടോളം ബാക്ക് പോകും. അങ്ങനെ ഞാൻ ജീവിച്ചോട്ടെ. ഈ പറഞ്ഞ അമ്പലത്തുള്ള സാധനം എനിക്കറിയാം ജാമ്. പക്ഷെ ആ സാധനം ഞാൻ ആർക്കും നിർബന്ധിച്ച് കൊടുക്കില്ല കേട്ടോ. ചോദിച്ചതൊക്കെ മാത്രം കൊടുക്കും. അതിനെക്കുറിച്ച് പോലീസ മുഖ്യ പറച്ചിലുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമദ് വെള്ളില. നമ്മളാരുടെയും കഞ്ഞുകൂടി മുട്ടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് തീരെ ശീലമില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ച് കേവലം 200-300 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് 2000-3000-4000 രൂപയ്ക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാമിന സേവർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അത് ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും വിൽക്കാൻ അപ്രൂവൽ നൽകിയിട്ടുള്ളത് കോഫി മിക്സ് ആയിട്ടാണ്, കാപ്പിപ്പൊടിയായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു എനർജി കോഫി എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ ഏത് കോഫി കുടിച്ചാലും, ഒരു ഒറിജിനൽ നാച്ചുറൽ കോഫി കുടിച്ചാലും ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതല്ലാതെ ലൈംഗിക ഉത്തേജനം വർദ്ധിക്കും, പിന്നെ സ്ത്രീകൾക്ക് പീരീഡ് ആകുമ്പോൾ വയറുവേദന, ഇടുപ്പ് വേദന, പെയിൻ ഉണ്ടാകുന്നതിന് ഉപകരിക്കും, പിന്നെ തളർന്ന് കിടക്കുന്ന ആൾ എണീറ്റ് ഓടും, ക്ഷീണത്തിന് പിന്നെന്താ തള്ളിമറിച്ചത്, ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ്സിന് ടെൻഷനോ കാര്യങ്ങളൊക്കെ ജോലി വല്ലാണ്ട് പ്രയാസപ്പെടുമ്പോൾ ഇത് കുടിച്ചാൽ പിന്നെ ടെൻഷൻ മാറും, ഇത് റിലാക്സ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തള്ളിമറിക്കുന്ന ഈ തള്ളുണ്ടല്ലോ, ഇത് പറയുന്ന ഇവരൊക്കെ പൊട്ടന്മാരും പൊട്ടത്തികളാണെങ്കിലും കേൾക്കുന്ന ആളുകൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധികളും കാണിക്കണ്ടേ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കി. പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നതാ നമ്മളെ ടീം ഫൈനലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇന്ന് ഫൈനലാണ്. ആദ്യം തന്നെ ഇത് ഓരോ ക്ലാസ് കലക്കിയാണ്ട് കളിക്കാർക്ക്, അതും വലിയ ടീമാ വരുന്നത്. കളിക്കാരെ കണ്ട നിങ്ങൾ വരെ അന്തം മുട്ടാണ്ട് പോകും. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കാനുള്ള പരിപാടിയാണ്. ആദ്യം നിങ്ങൾ ഗ്രൗണ്ടിലേക്കായിട്ട് പോരും. ഏതാ ടീം എന്നില്ലേ അപ്പൊ പറയാം. ദോസ്ത് ചുള്ളിക്കാടാണെന്ന് ഇറങ്ങണത് കണ്ട. എന്താ പറഞ്ഞ സ്റ്റാമിന സേവറിന്റെ പവറാണ് കാണുന്നത്. അത് നോക്കാൻ ചാക്കട്ടെ. ആശ അവിടെ സാധനം, അവിടെ നമ്മളെ സാധനം ഓരോ പാക്കറ്റ് വീതം പൊട്ടിച്ച കൊടുത്താൽ ഓരോ ടീമിനും ഓരോന്നാ കൊടുക്ക്. വേറെ പവർ സാധനമാണ്. സേവറിന്റെ പവറാണ് ആ കാണുന്നത്. ചില്ലറ പവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളിക്കാർക്ക് ഇതൊക്കെ പറ്റിയ പവറാണ്. അപ്പൊ എന്തായാലും പിന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞോണ്ടിട്ടോ, നമ്മൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇത് കണ്ടില്ലേ, ഫുട്ബോൾ കളിക്കാർക്ക് കളിച്ച് കപ്പ് നേടിയത് സ്റ്റാമിന സേവർ കുടിച്ചിട്ടാണ് എന്നുള്ള രീതിയിലേക്കാണ് വരുത്തി തീർക്കുന്നത്. ഇതിപ്പോൾ ഇത് മറ്റു ടീമുകൾക്കും കളിക്ക് കുടിക്കാമല്ലോ. അത് മാത്രമല്ല, ഇത് പേരിനും പ്രശസ്തിക്കും പരസ്യത്തിനും വേണ്ടിയിട്ട് ഓരോത് കുടിക്കണമെന്നില്ലല്ലോ. എന്നിട്ട് പറയാൻ കളിക്കാർ നോക്കിയിട്ട് എന്താ സ്റ്റാമിന സേവറിൻ്റെ പവറില്ലെന്ന്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഫുട്ബോൾ കളിക്കാർക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാമിന സേവർ കലക്കി കുടിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. മറ്റുള്ള പെണ്ണുങ്ങൾ പറയുന്നു സെക്ഷൽ പെർഫോമൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ ഈ സാധനം കുടിച്ചിട്ട് അപ്പോൾ അത് സെക്ഷൽ പെർഫോമൻസ് ബൂസ്റ്റപ്പ് ആയാലും ഓൻ്റെ കളിയിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? അപ്പോൾ അതുകൊണ്ട് ഇമാതിരി തള്ളു കേട്ടിട്ട് ഈ സാധനം കേവലം കോഫി ഒന്നുള്ളത് 200-300 രൂപ കിട്ടും. ആ സാധനം 3000-4000 കൊടുത്തിട്ട് വാങ്ങിയിട്ട് മണ്ടന്മാരാവരുത്. മനസ്സിലാവും? അതുകൊണ്ട് സെക്സൽ പെർഫോമൻസ് അത് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളത് അത് ആവശ്യമെങ്കിൽ അത് 100 മെഡിക്കൽ സൂപ്പർവൈസറിലേക്കാണ് അത് ലഭിക്കുക. അതിൻ്റേതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത്തരം മരുന്നുകൾ ഷുഗർ, പ്രഷർ, അതേപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് അത് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അത് അതിൻ്റെ രീതിയിൽ പിന്നെ ശരിയായ സ്രോതസ്സിലൂടെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സാധാരണപ്പെട്ട ചെറുപ്പക്കാർ ഇവർക്കും ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. അത്തരം ആളുകൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള ശേഷി നഷ്ടപ്പെടുത്തരുത്. മനസ്സിലാവുന്നുണ്ടോ? അവനവൻ്റെ ശരീരം അവനവൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ.